മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദമ്പതികളെ പറ്റിക്കാനായിട്ട് കള്ളവേഷം കെട്ടി ഇറങ്ങുന്ന പ്രതാപനെ കൈയോടെ പിടികൂടുകയാണ് അമ്മ. അങ്ങനെ അമ്മയുടെ കൈ നോക്കാനെല്ലാം പറയുമ്പോഴേക്കും പ്രതാപൻ ആകെ ഭയക്കുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ കൈ നോക്കുന്നതും പ്രതാപനാണെങ്കിൽ അമ്മയെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. അമ്മയ്ക്ക് 2 കുട്ടികളുണ്ടെന്നും അത് നടതള്ളിയതാണെന്നും അമ്മ അങ്ങനെ അമ്പലങ്ങളെല്ലാം നടന്ന് ഇങ്ങനെ നടക്കുകയാണെന്നുമെല്ലാം പറയുമ്പോഴേക്കും ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട്, എന്നാൽ പിന്നെ കല്യാണത്തിന് മുമ്പേ തന്നെ പേരുദോഷം കേൾപ്പിച്ചവരാണ് നിങ്ങളെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മയെ അപമാനിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ ഭാവി അങ്ങോട്ട് പറയട്ടെ എന്നല്ല അമ്മ പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാളാണെങ്കിൽ ഒരു കള്ളസ്വാമിയാണെന്നും ഇയാൾക്ക് യാതൊരുവിധ ദിവ്യശക്തിയുമില്ല എന്നെല്ലാം പറയുന്നത് കേട്ട്, നിങ്ങൾ എന്നെ പരിഹസിക്കുകയൊന്നും വേണ്ട, ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപൻ്റെ താടിയാണെങ്കിൽ വലിച്ചൂരിയെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ കള്ളസ്വാമിയാണെന്നുള്ള കാര്യം അവിടെ നിന്ന് കൂടി നിന്ന ഭക്തരെല്ലാം തന്നെ അറിയുന്നു. അങ്ങനെ അവരെല്ലാവരും തന്നെ അവിടെ നിന്നും പ്രതാപനെ തല്ലി ഓടിക്കുകയാണ്. കണ്ണൻ്റെ ഡ്രൈവറായ രമേശേട്ടനാണെങ്കിൽ ഇത് ഓടിച്ചെന്ന് കണ്ണൻ്റെയും അനന്തുവിൻ്റെയും അടുത്ത് പറയുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ അവിടെ വേഷം കെട്ടി വന്നിട്ടുണ്ടെന്നും സാറിപ്പോൾ പുറത്തിറങ്ങണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനന്തുവിനെ വിളിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അനന്തുവും രമേശേട്ടനും ഓടി വരുമ്പോഴേക്കും പ്രതാപൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. അയാൾ ഒരു ലോറി ഡ്രൈവറാണെന്നും അയാൾ ഒരു സ്വാമിയൊന്നുമല്ല, ഒരു കള്ളനാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനന്തു എല്ലാവരോടായിട്ട് പറയുകയാണ്. ഒരു സിദ്ധയായിട്ടുള്ള ഒരു അമ്മയാണ് ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് ആ കൂട്ടത്തിൽ നിന്നും ഒരാൾ പറയുന്നത് കേട്ട് ആ സിദ്ധയായിട്ടുള്ള അമ്മയെ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അമ്മയെ അവിടെയൊന്നും കാണാനില്ല. ഈ കാര്യം അനന്തു ആണെങ്കിൽ കണ്ണനോടായിട്ട് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാനും മഹിയും കാണുന്നത് ഒരേ അമ്മ തന്നെ ആയിരിക്കും. ഒരമ്മ ഞങ്ങളുടെ പിറകെ എപ്പോഴുമുണ്ട്. ഏത് ആപത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ദൈവത്തിൻ്റെ അവതാരം പോലെ അമ്മ ഞങ്ങളുടെ പിറകെ തന്നെയുണ്ട്. ആ അമ്മ തന്നെ ആയിരിക്കും ഇവിടെയും വന്നതെന്നെല്ലാം കണ്ണൻ പറയുകയാണ്. പിന്നീട് ആളുകളൊന്നും മനസ്സിലാക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ പ്രതാപനാണെങ്കിൽ വേഷമെല്ലാം മാറി തൻ്റെ ജുബ്ബയെല്ലാം എടുത്തിരുന്ന സമയത്ത് കണ്ണൻ്റെ വണ്ടി വരുന്നതും പ്രതാപൻ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ കണ്ണൻ പോകുന്നതെല്ലാം പ്രതാപൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പിന്നീട് തിരിച്ച് കരുണാലയത്തിലെത്തുന്ന പ്രതാപനെ കാണുന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് പോയ ഒരു ഉഷാറില്ലല്ലോ, തിരിച്ചു വന്നപ്പോൾ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും പറയേണ്ട അമ്മേ, ഞാൻ ആകെ പെട്ടുപോയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ ആ നടയിൽ തന്നെ ഇരിക്കുന്നു. നിനക്കെന്താടാ പ്രതാപ, എന്ത് ചെയ്യാൻ പോയാലും ഇങ്ങനെ ഒരു അബദ്ധങ്ങളെല്ലാം പറ്റുന്നതെന്ന് പറയുമ്പോൾ ഒന്നും പറയണ്ട, ഞാനാണെങ്കിൽ കണ്ണൻ നടക്കുന്നത് കാണാനായിട്ട് ഇരുന്നപ്പോൾ ഇപ്പോൾ എന്നെയാണ് അവിടെയുള്ളവരെല്ലാവരും കൂടെ തല്ലി ഓടിച്ചത്. ഒരമ്മയാണെങ്കിൽ വന്ന് എൻ്റെ താടിയെല്ലാം വലിച്ചൂരുകയും എന്നെ അവരുടെ മുന്നിൽ അപമാനിക്കുകയെല്ലാം ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴേക്കും എന്നെ എല്ലാവരും കൂടെ തല്ലി ചതച്ചതെന്നെല്ലാം മുത്തശ്ശിയോട് പറയുന്നത് കേട്ടുകൊണ്ട് വരികയാണ് നമ്മുടെ മോഹിനി. അങ്ങനെ മോഹിനിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തന്നെ മനസ്സിലാകുന്നു. അങ്ങനെ മോഹിനി ഉടനെ തന്നെ അതെല്ലാം മഹിയെ അറിയിക്കുകയാണ്. കണ്ണനും മഹിയും കഴിക്കാനിരിക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ വിളമ്പി കൊടുക്കാത്തതിൻ്റെ പേരിൽ കരുണയെ വഴക്ക് പറയുകയാണ് നമ്മുടെ മഹി പറയുന്നുണ്ട്, ഇനി പ്രത്യേകിച്ച് പറയണോ വിളമ്പി തരാനെന്ന് പറയുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് താഴോട്ട് വരികയാണ് ദുർഗയും ഉണ്ണിയും. ഇത് കാണുമ്പോഴേക്കും ദുർഗയ്ക്കും ഉണ്ണിക്കുമാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ കരുണ എന്താണ് ഒന്നും മിണ്ടാതെ തന്നെ ഇവർക്കെല്ലാം വിളമ്പി കൊടുക്കുന്നതെന്ന് ആശ്ചര്യത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നീ എന്താ മോളെ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, ഇപ്പോൾ ഇവൾ അങ്ങനെയാണ്, ഞാൻ പറയുന്നത് എന്തും അനുസരിക്കുമെന്നെല്ലാം മഹി പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഇവൾക്ക് വാരി കൊടുക്കും കരുണമോളെ എന്ന് പറയുമ്പോഴേക്കും തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല, ഇനി വാരിത്തരണമെന്ന് പറഞ്ഞാൽ അവൾ വാരിത്തരികയും ചെയ്യുമെന്നെല്ലാം പറയുന്നത് കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ ആകെ ഇടിവെട്ടേറ്റ പോലെയാണ്. അങ്ങനെ ദുർഗയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ കരുണയെ നോക്കുന്നു. കരുണയ്ക്കാണെങ്കിൽ ഇവരുടെ മുന്നിലാകെ പതറിപ്പോകുന്ന ഒരു നിമിഷം തന്നെയാണ് അപ്പോൾ ഉണ്ടാകുന്നത്. പിന്നീട് മഹിയാണെങ്കിൽ കരുണയെ കൂടെ വിളിച്ചിരുത്തുകയാണ് അടുത്ത്. എന്നിട്ട് ഭക്ഷണം എല്ലാം വിളമ്പി കൊടുത്തിട്ട് കരുണയോട് കഴിക്കാനായിട്ട് പറയുമ്പോൾ കരുണയാണെങ്കിൽ ഭക്ഷണത്തിൽ നിന്നും വിരലോടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, കഴിക്കുന്നില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് കരുണയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ ഭക്ഷണം കഴിച്ചെണീറ്റ് പോവുകയാണ്. കരുണയുടെ ഈ പ്രവൃത്തികളെല്ലാം കാണുന്ന ഉണ്ണിക്കാണെങ്കിൽ ഇതിലെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കരുണ ഒരിക്കലും ഇങ്ങനെയൊന്നും കേട്ടുകൊണ്ടിരിക്കുന്നതല്ല എന്നെല്ലാം ദുർഗയോടായിട്ട് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ശരിയാണ് മോനെ, കരുണയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, നമ്മളൊന്നും വിചാരിക്കുന്നതിലപ്പുറമാണ് കാര്യങ്ങളെല്ലാം എന്നെല്ലാം ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, തക്കതായൊരു കാരണമില്ലാതെ ഒരിക്കലും കരുണ അവരുടെ മുന്നിൽ ഇങ്ങനെ മിണ്ടാതിരിക്കില്ല, പക്ഷേ കരുണയുടെ ഈ കാരണത്തിന് പിറകിൽ എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണം എന്നെല്ലാം ഉണ്ണിയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്.
കണ്ണനെ കാണാനായിട്ട് വരുന്ന മാർക്കോനോടാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കണ്ണൻ പറയുന്നു. ആ പ്രതാപനാണെങ്കിൽ വേഷം മാറി ഒരു സ്വാമിജിയുടെ വേഷത്തിൽ വന്നിട്ട് ഞാൻ നടക്കുന്നുണ്ടോ ഇല്ലെന്ന് അയാൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് അയാൾ അങ്ങനെ വന്നത്. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്നും ഞാൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നെല്ലാം കണ്ണൻ മാർക്കോനോട് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അയാളുടെ ആ സംശയം അങ്ങോട്ട് തീർത്ത് കളയാം സാറേ, ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അയാൾക്ക് പലതവണ ഞാൻ താക്കീത് കൊടുത്തിട്ടുള്ളതാണെന്നും പിന്നീടും അയാൾ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നതെങ്കിൽ അവനെ വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നെല്ലാം നമ്മുടെ മാർക്കോ പറയുന്നു. അങ്ങനെ മാർക്കോ നല്ലൊരു പണി കൊടുക്കാനായിട്ട് തന്നെ ഒരുങ്ങുകയാണ്. കണ്ണൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തതിൻ്റെ ദുഃഖത്തിലാണ് നമ്മുടെ പ്രതാപനാണെങ്കിൽ അങ്ങനെ വാമദേവനെ കാണാനായിട്ട് ഒരു സ്ഥലത്തോട്ട് വരികയാണ്. വാമദേവനെ പ്രതീക്ഷിച്ച് നിന്ന നമ്മുടെ പ്രതാപൻ്റെ അടുത്താണെങ്കിൽ എത്തുന്നത് മാർക്കോയാണ്. അങ്ങനെ മാർക്കോനെ കാണുന്നതും പ്രതാപനാണെങ്കിൽ വാമദേവനാണെന്ന് വിചാരിച്ചുകൊണ്ട് തിരിയുന്നതും വാമദേവനല്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും പ്രതാപൻ ഞെട്ടിപ്പോവുകയാണ്. നമ്മുടെ മാർക്കോനെ കാണുമ്പോഴേക്കും താൻ പ്രതീക്ഷിച്ച് നിന്ന ആളല്ലല്ലോ വന്നതെന്ന് ഓർത്ത് തനിക്കൊരു ഞെട്ടലുണ്ടല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും ഇല്ല അങ്ങനെയൊന്നുമില്ല മോനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഉരുണ്ട് കളിക്കുകയാണ്. തനിക്ക് എന്താണോ ഇത്രയ്ക്ക് വലിയ സംശയം, തൻ്റെ സംശയം ഞാനിപ്പോൾ തീർത്ത് തരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനിട്ടാണെങ്കിൽ നല്ല ഒരു തൊഴി കൊടുക്കുന്നുണ്ട് മാർക്കോ. അങ്ങനെ മാർക്കോയും പറയുന്നുണ്ട്, ഇനി മേലാൽ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല വെറുതെ വിടാൻ പോകുന്നത്, തൻ്റെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്ന് പോകുന്നു. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.